വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നിങ്ങൾ തംബ്നൈലിൽ കണ്ട പോലെ ഒരു ബിസി കല്യാണ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾക്ക് 2 കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയും ഒന്ന് ഞങ്ങളുടെ കസിൻ്റെയും കല്യാണമാണ്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് ഓടി ഓടി എത്തണം. രണ്ടിൻ്റെയും കെട്ടിൻ്റെ സമയം ഒരേ സമയമാണ്, 10 മണി. ഇതിപ്പോൾ രണ്ടും ഒരേ സമയമാകുമ്പോൾ നമുക്ക് ഒന്നിലൊന്ന് ബ്രേക്ക് എടുത്ത് മറ്റതിൽ കയറിയിട്ട് പിന്നെ തിരിച്ച് മറ്റതിൽ വന്ന് കയറി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എന്നാലും രണ്ട് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിസപ്ഷൻ വീഡിയോ ഞാനിടാം. വ്ളോഗായിട്ടല്ല, ചെറിയൊരു റീലായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിനും ഒക്കെ പോയത്. ഇന്ന് ലീവാണ്. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകിട്ടാണ് പോയത്, 6 മണി കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. തിരിച്ചു വന്നപ്പോഴും കുറച്ച് ലേറ്റായി. 2 പേരുടെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒരാൾ കസിൻ ഗേളാണ്, മറ്റത് ബോയ് ആണ് കല്യാണം. ഞാനും ചിക്കു ഇന്നൊരു ട്വിന്നിങ് ഔട്ട്ഫിറ്റാണ് ഉള്ളത്. നോർമലി നമ്മളങ്ങനെ ഒരേ കളർ ഡ്രസ്സൊന്നും ഇടാറില്ല. ചിക്കുവിന് ഇങ്ങനെ ഒരേ കളർ ഡ്രസ്സ് ഇടുന്നത് അങ്ങനെ ഈ തപ്പി കണ്ടുപിടിച്ചെടുക്കുന്നതൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനും ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അത്രയും എഫേർട്ടൊന്നും എടുത്ത് ഇപ്പം മാച്ചിങ് ആയിട്ടുള്ള ഇയർ റിങ്, ആക്സസറീസ് കാര്യങ്ങളൊന്നും വാങ്ങുന്ന ആളല്ല. ഇനി അതൊക്കെ ആ കഴിവുകളൊക്കെ ഞാൻ ഇനി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഇന്ന് ഞാനൊരു ഗ്രീൻ സാരിയും ചിക്കു ഒരു ഗ്രീൻ ഷർട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പൊ നമുക്ക് വഴിയേ നമ്മുടെ ഗെറ്റ് റെഡി ഒക്കെ കാണാം. നോർമലി ഞാൻ രാവിലെ കുളിക്കാറില്ല, പക്ഷെ ഇന്നലെ രാത്രി കുളിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കുളിച്ചു. ഞാൻ സാധാരണ 3 ദിവസത്തിലൊരിക്കലാണ് തല കഴുകാറ്. അതായത് 2 days കഴിഞ്ഞ് അടുത്ത ദിവസം 3rd day തല കഴുകുക, അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പണ്ടൊക്കെ വീട്ടിലായിരിക്കും നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷെ ഹോസ്റ്റലിൽ പോയതിനു ശേഷം അവിടുത്തെ വെള്ളമൊക്കെ മോശമായിരുന്നു. അങ്ങനെ ഇങ്ങനെ 3 ദിവസത്തിലൊരിക്കലാക്കി കുളി. പിന്നെ ഇവിടെ ഇപ്പൊ കിണർ വെള്ളം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നല്ല വെള്ളമാണ്. ഹോസ്റ്റലായിരിക്കുമ്പോഴൊക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല, എന്നാലും ഉണ്ട്. സാധാരണ ഞാൻ കല്യാണമൊക്കെ ലീവ് ഒന്നും എടുക്കുക, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവും. അതായത് ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും. ഇപ്പൊ 2 പേരുടെ കല്യാണം ഇന്നായതുകൊണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊന്നും നടക്കൂല. കാരണം ഇപ്പം ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഡോക്ടറേ ഉള്ളൂ. മുന്നേ ആണെങ്കിൽ ചിലപ്പം മോർണിംഗ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയോ അങ്ങനെ മാറി മാറിയൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പം ഒരേ ഡ്യൂട്ടി ടൈമാണ് 12 to 6. അപ്പൊ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഡോക്ടർ കൂടെ ഇല്ലല്ലോ. അപ്പം വേറെ വഴിയില്ല, അങ്ങനെ ലീവ് എടുത്തു. ഈ ഒരു ഗ്രീൻ പട്ടുസാരിയാണ് ഞാൻ ഉടുക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചിക്കു എനിക്ക് ലുലു സെലിബ്രേറ്റിലെന്ന് വാങ്ങിത്തന്നതാണ്. അതിന്റെ റീൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഗിഫ്റ്റ് ഇതായിരുന്നു. കുറച്ചു പേരൊക്കെ എന്താണ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ആ ഗ്രീൻ സാരി. അപ്പൊ ഇതാണ് അന്ന് ബർത്ത്ഡേക്ക് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ്. അപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ സാരി, ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഗ്രീൻ ഷർട്ടാണ് ചിക്കു ഇടുന്നത്. നോർമലി ഞാൻ നേരത്തെ സാധാരണ ഞാൻ തലേന്ന് തന്നെ സാരിയുടെ പ്ലീറ്റ് ഒക്കെ എടുത്ത് വെക്കും. പക്ഷെ ഇപ്രാവശ്യം ഇന്നലെ ഇപ്പൊ ലേറ്റായി വന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ ഇനി ചെയ്യണം. നമ്മൾ ഈ സെയിം ഡേ എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി വരുമെന്നൊന്നും ഇല്ല. അപ്പൊ ചിലപ്പോൾ ഞാൻ പ്ലീറ്റ് പിടിച്ച സാരി ഉടുക്കും, അല്ലെങ്കിൽ ഒറ്റ പ്ലീറ്റ് ഇടുക. ഏതാണോ ശരിയാവുന്നത് അങ്ങനെ അങ്ങ് ഇടാനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോകളൊക്കെ വഴിയേ കാണാം. ഞാൻ സാരി ഒന്നും അങ്ങനെ ഒരുപാട് ഹീറ്റ് കൊടുത്ത് അയൺ ചെയ്യാറില്ല. ചീത്തായി പോകുന്നത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഹീറ്റൊന്നും കൊടുക്കാറില്ല, ലൈറ്റായിട്ടേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ അഥവാ ഹീറ്റ് കൊണ്ട് ചിലപ്പോൾ ഞാൻ പേപ്പർ ഇട്ടൊക്കെ അയൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എൻ്റെ അയണിങ് പരിപാടികളൊക്കെ. ഇതങ്ങനെ അയൺ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു സാരി അല്ല. എന്നുവെച്ചാൽ മടക്കുകളൊക്കെ ഉണ്ട്. ഭയങ്കര സ്റ്റിഫായിട്ടുള്ള സാരിയല്ല, ഒരു ഒഴുകി കിടക്കുന്ന സാരിയാണ്. ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ്. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഇത്രയും ട്രൈപോഡ് വെച്ച് പറ്റുന്നുള്ളൂ. ബാക്കി വീഡിയോ അമ്മൂന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാം. അമ്മയും ഇന്ന് സാരിയാണ്. അമ്മുവും ദേവും ഒക്കെ ഇന്നലെ അവിടെ നമ്മുടെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഓൾറെഡി അവരവിടെ റെഡിയായി എത്തിയിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ പോകണമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ലേറ്റായി. ഇനിയിപ്പോൾ ചർച്ചിലോട്ട് തന്നെ പോകാം ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ ഫുൾ റെഡിയായി ഇറങ്ങി. കുറച്ച് ലേറ്റായി പോയി. കുറച്ചെന്ന് വെച്ചാൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. കെട്ടിന്റെ സമയത്ത് കുറച്ച് നമ്മൾ അവിടെ എത്തും. വീട്ടിൽ നിന്ന് അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ. ചിക്കുവിന് ഒരു 2 ദിവസമായിട്ട് പനിയാണ്. അതുകൊണ്ടാണ് അവൻ കുറച്ച് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നത്. നമ്മൾ എന്തായിരുന്നാലും ഫസ്റ്റ് നമ്മുടെ കസിൻ്റെ അവിടുത്തെ ചർച്ചിലെത്തിയിട്ടുണ്ട്.
അമ്മും ദേവൊക്കെ ഓൾറെഡി ഇന്നലെ അവിടെ തന്നെയാണ് നിന്നത്. അമ്മും ദേവൊക്കെ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഓൾറെഡി നമുക്കിവിടെ കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കൂടെ പോയി നോക്കാം. നമുക്കിനി അടുത്ത് നമ്മുടെ ഫ്രണ്ടുണ്ട് പ്രവീൺ, അവൻ്റെ കല്യാണത്തിന് പോകാം. കല്യാണം ചർച്ചിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുക്കും. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ്. കാരണം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ട് ടയേർഡാവും, സ്വെറ്റാവും. അപ്പോൾ അതിന് മുന്നേ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കു അധികം അങ്ങോട്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവന് തീരെ ബുദ്ധിമുട്ടായിരുന്നു, ജലദോഷവും പനിയൊക്കെ ആയിട്ട്. അപ്പം മാക്സിമം നമ്മൾ അവനെ ഡിസ്റ്റർബും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും 1-2 ഫോട്ടോസൊക്കെ അവൻ എടുത്തു. നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പം ചിറ്റ വന്നിട്ടുണ്ട്. അമ്മയൊക്കെ ഓൾറെഡി ചർച്ചിൻ്റെ അകത്ത് കയറി. ഇനി നമ്മൾ അധികം ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനോട്ട് പോവാണ്. അവിടെയും ലേറ്റായിട്ടുണ്ട്. മാക്സിമം കല്യാണ സമയത്ത് എത്തുമെന്ന് വിചാരിക്കുന്നു. അവൻ്റെ കല്യാണം കാണണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അപ്പോൾ കസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ അവിടോട്ട് പോവാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് അങ്ങോട്ട്. തിരിച്ചിങ്ങോട്ട് 45 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും നമ്മളിവിടെ തിരിച്ച് ഫുഡ് കഴിക്കുന്ന സമയം കഴിയാറാകുമായിരിക്കും. എന്തായിരുന്നാലും ഫ്രണ്ടിൻ്റെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. അതാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി വൈകിട്ട് റിസപ്ഷനും പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ അടുക്കള കാണലെന്ന് പറയും, മറുവീട് കാണാമെന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ആ ഫംഗ്ഷനും ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതിനും അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ജസ്റ്റ് വന്നു, നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അമ്മു ദേവും ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ ഫ്രണ്ടിൽ പോയിട്ട് അവരുടെ വെഡ്ഡിങ് സെറിമണിയുടെ കുറച്ച് പോർഷൻസ് കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങി. പ്രവീൺ കല്യാണം കഴിക്കണ കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രവീൺ എൻ്റെയും ഫ്രണ്ടാണ്, ചിക്കുവിൻ്റെയും ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ടായിട്ടുള്ള ആളാണ് പ്രവീൺ. അപ്പം എന്തായിരുന്നാലും ചിക്കുവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും എൻ്റെ +1 +2 ഫ്രണ്ടുമാണ്. അപ്പോൾ എന്തായിരുന്നാലും അവിടെ പോയിട്ട് കാണാം. എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് അവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, +1 +2 അപ്പോൾ അവരെല്ലാവരുടെയും വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളിവിടെ എത്തി. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയി, കുഴപ്പമില്ല. നമുക്ക് അവനെ പോയി കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഷ്ടാടി എന്ന് വെച്ചാൽ ഇവനാണ് ലേറ്റ് ആയത് ഗൈസ്.
പൊതുവേ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഉള്ള വൈബുണ്ടല്ലോ, ആ ഫുൾ വൈബ് ഇവിടെ ഉണ്ട്. അവൻ്റെ കൂടെ +2 പഠിച്ച ഫ്രണ്ട്സും പിന്നെ കോളേജിലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഫുൾ ബഹളമാണ് ഇവിടെ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല, പക്ഷെ നമുക്ക് അവിടെ കസിൻ്റെ അവിടെ പോയേ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല, അവിടെ കസിൻ്റെ അവിടെ പോയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇവൻ്റെ റിസപ്ഷനും എന്താണെങ്കിലും വൈബായിരിക്കും. പക്ഷേ നമുക്ക് പിന്നെയും വൈകിട്ട് കസിൻ്റെ അവിടെ അടുക്കളാണൽ ചടങ്ങുണ്ട്. അതായത് പയ്യൻ്റെ വീട്ടിലോട്ട് നമ്മൾ ഈവനിങ് പോകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ഇവൻ്റെ റിസപ്ഷൻ. എന്നാലും ഇടയ്ക്കൊന്ന് വന്ന് വരണം എന്ന് കുറേ സമയം നിൽക്കണമെന്നൊക്കെ ഉണ്ട്, എങ്ങനെയാവും എന്നറിയത്തില്ല. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇവിടുന്ന് അവനെ വിഷൊക്കെ ചെയ്ത് ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മുടെ കസിൻ്റെ അങ്ങോട്ട് പോകണം. ഇതാണ് നമ്മളെ കൊച്ചു പ്രവീൺ, അതായത് +2 പ്രവീൺ. ആരോ പണി കൊടുത്തതാണ്. ഇതാരാ കാറ്? ആരുടെ കാറാണോ എന്തോ, ഫ്രണ്ട്സിന്റെ അരുൺചന്ദിന്റെ ആരുടെയെങ്കിലും കാറായിരിക്കും തോന്നുന്നു. തിരിച്ച് നമ്മുടെ കസിൻ്റെ വെഡിങ്ങിനെത്തി. പള്ളിയിൽ നിന്ന് അവർ ഓഡിറ്റോറിയത്തോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായിപ്പോയി, നമുക്ക് വഴിയിൽ വെച്ച് വഴിയൊക്കെ തെറ്റി കുറച്ച് കറങ്ങിയൊക്കെയാണ് വന്നത്. ഇനി ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഫുഡ് കഴിക്കാനുള്ളൂ. പിന്നെ നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും കഴിക്കാനുണ്ട്. ഇവിടുന്ന് അമ്മയൊക്കെ കുറേ സമയമായിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി. പിന്നെ പ്രഭിൻ്റെ അവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സമയം പോയതായിരുന്നില്ല, അവിടെ കുറേ നേരം നിൽക്കുകയും ചെയ്തു. ഇത് മാളുവിൻ്റെ കുഞ്ഞാവയാണ്. അപ്പോൾ ഇവരൊക്കെ ഇറങ്ങാറായി, ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ലാസ്റ്റത്തെ കളരിയായിരുന്നു. കളരി മീൻസ് ലാസ്റ്റത്തെ പന്തി. നമ്മളിവിടെ കളരി കമ്പനിക്ക് കൂടെ ദേവും അമ്മുവും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കിൽ നിൽക്കുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും അവൾ സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് മന്ത്രകോടിയൊക്കെ ഉടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നു. ഇതിൽ ആ കിടക്കുന്ന ബ്ലാക്ക് കളർ കരിമണി മാലയില്ലേ, അത് നമ്മുടെ ജ്വല്ലറിയിൽ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കൂടെ കാണിക്കാനായിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വന്നത്. അത് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ യാത്രയപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഇനി റെഡിയായിട്ട് തിരിച്ച് നമ്മൾ അടുക്കള കാണാനായിട്ട് പോകും. പിന്നെ അമ്മും ദൈവമൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നമ്മൾ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുക്കള കാണാനായിട്ട് പോവാണ്. അപ്പോൾ റെഡിയായി ഇറങ്ങി. അമ്മുവും ദൈവമൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മളിനി അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് അവളുടെ വീട്ടിലോട്ട് പോയത്. അവളുടെ ചെക്കനുണ്ടല്ലോ, അവൻ്റെ വീട്ടിലോട്ട് പോകും. ചിക്കു ഞാൻ ട്വിന്നിങ്. ചിക്കുവിന് ജലദോഷം, അതുകൊണ്ട് ചിക്കു സംസാരിക്കുന്ന. പോകുന്ന വഴിക്ക് നമ്മൾ ചിക്കുവിന് കരിക്കൊക്കെ വാങ്ങിക്കൊടുത്തു. കാരണം നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത് ചിക്കുവിന് മാത്രമേ അറിയത്തുള്ളൂ, അതാണ് മെയിൻ പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ ചിക്കുവിന് നമ്മൾ വീട്ടിൽ തന്നെ കിടത്തി ഉറക്കുമായിരുന്നു. ഉച്ചയ്ക്ക് അവൻ അധികം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കസിൻ്റെ വീട്ടിലെത്തി. ചിറ്റയൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ദേവും അമ്മുവും ഒക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകും. ട്രിവാൻഡ്രത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ചടങ്ങുണ്ടാവും. ക്ലോസ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു ചടങ്ങാണ്. നമ്മളിവിടെ അടുക്കളാണെന്ന് പറയും. അവിടെ പോയിട്ട് അടുക്കളയൊന്നും കാണത്തില്ല. അവിടെ പോയി പെങ്കൊച്ചിനെയൊക്കെ കണ്ട് സംസാരിച്ച് അവൾക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം പാർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ദൂരെയാണ് സ്ഥലം കിട്ടിയത്. അങ്ങനെ ചിക്കു കൊണ്ടുപോയി പാർക്കൊക്കെ ചെയ്തിട്ട് വന്നു. ഇവളുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. വേറെ ഓഡിറ്റോറിയം ഒന്നും ആയിട്ടായിരുന്നില്ല.
അപ്പോൾ നമ്മളിവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങുവാണ്. ആൻറ്റിക്ക് കുറച്ചധികം സങ്കടമാണ്, രാവിലെ നല്ല വിഷമമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവളുടെ അടുത്തുനിന്ന് മാറാതെ നിൽക്കുവാണ്. പക്ഷെ അവൾ നല്ല സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പ്രബിൻ്റെ റിസപ്ഷൻ ഒന്ന് ജസ്റ്റ് പോയി കയറണം. കാരണം പപ്പയൊന്നും രാവിലെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രബിൻ ഫ്രണ്ട് മാത്രമല്ല നമ്മുടെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ വീട്ടുകാരുമായിട്ട് പ്രബിൻ ക്ലോസ് ആണ്. കാരണം പപ്പയുടെ അവിടെ നിന്ന് ഹോളോബ്രിക്സിലൊന്ന് കല്ലൊക്കെ എടുക്കാറുണ്ട്. അവൻ എൻജിനീയറാണ്. അപ്പോൾ എൻ്റെ ഫാമിലി പിന്നെ ചേച്ചി എല്ലാവരുമായിട്ട് ക്ലോസ് ആണ്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ. ചിക്കു എൻ്റെ കൂടെ വന്നില്ലായിരുന്നു. ചിക്കു കാറിൽ തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞാനും പപ്പയും മാത്രമേ കാറിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. അവനെ പോയി ജസ്റ്റ് കണ്ടു, ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് നേരെ ഇറങ്ങി കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബിസി ഡേ വ്ളോഗ്. ചിക്കുവിന് വയ്യാത്തതുകൊണ്ട് ചെറിയൊരു അൺകംഫർട്ടബിൾ ആയിരുന്നു. അതല്ലാതെ ഒരു അടിപൊളി ദിവസമായിരുന്നു. പക്ഷേ നന്നായിട്ട് ക്ഷീണിച്ചു. നമ്മൾ 2-3 ഡ്രസ്സ് മാറി കുറേ ട്രാവൽ ചെയ്ത് അങ്ങനെ നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം വെറുതെ ഈ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വ്ളോഗ് എടുത്തത്. എന്തായിരുന്നാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ചൂടുള്ള ആവിയെല്ലാം പിടിക്കണം. ചേച്ചി കണ്ണ എക്സ്പ്രസ് ഇട്ടിരിക്കുമോ? കണ്ണ